വെറും 3299 രൂപയ്ക്ക് അമോ LED ഡിസ്പ്ലേയും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചറും ഒക്കെ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത്തരമൊരു സ്മാർട്ട് വാച്ചാണ് amazfitന്റെ Pop2 എന്ന സ്മാർട്ട് വാച്ച്. അപ്പോൾ നമ്മൾ നിരവധി ബ്രാൻഡിന്റെ സ്മാർട്ട് വാച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം എങ്ങനെയായാലും ഒരു അമോ LED ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് വാങ്ങണമെങ്കിൽ മിനിമം ഒരു 5000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണം. പക്ഷേ അവിടെയാണ് amazfit പോലുള്ള മികച്ച ഒരു ബ്രാൻഡിന്റെ അമോ LED ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് 3299 രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അതാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ പ്രത്യേകത. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ amazfitന്റെ Pop2 എന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിന്റെ പ്രത്യേകതകളെന്ന് ഓരോന്നായി പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു വാച്ചിന്റെ പുറത്ത് ഇതുപോലെ amazfit ZEP ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. 1.78 ഇഞ്ചിന്റെ HD അമോ LED ഡിസ്പ്ലേ ആണ് ഹൈലൈറ്റ്. അതുപോലെ ബ്ലൂടൂത്ത് ഫോൺ കോൾ ഉണ്ട്. Pop2 എന്നാണ് ഇതിന്റെ മോഡൽ നെയിം എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 1.78 ഇഞ്ചിന്റെ HD അമോ LED ഡിസ്പ്ലേ, അതുപോലെ ബ്ലൂടൂത്ത് ഫോൺ കോളിംഗ്, ബ്ലഡ് ഓക്സിജൻ ലെവലുണ്ട്. 100ലധികം സ്പോർട്സ് മോഡുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ 150ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസ് ഉണ്ട്. ലോങ് ബാറ്ററി ലൈഫാണ്. ഏകദേശം 10 ദിവസത്തെ ബാറ്ററി ലൈഫാണ് amazfit ഈ ഒരു വാച്ചിനുണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നത്. എന്ത് തന്നെയായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് വാച്ച്. അതിലേക്ക് വരാം. വേറെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് മാനുവൽ ഉണ്ട്. ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ, വളരെ ചെറിയ ഒരു ചാർജിങ് കേബിൾ, മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചാർജിങ് കേബിളാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വാച്ചിൻ്റെ ബോക്സിനകത്തുള്ളത്. ഇതായിരിക്കുന്നു സ്മാർട്ട് വാച്ച്. ഇതിൻ്റെ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഫീലും കൊടുത്തിട്ടുണ്ട്, അത് ഒഴിവാക്കാം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് എന്തായാലും ഈ ഒരു സ്മാർട്ട് വാച്ച് നൽകുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് സിലിക്കൺ സ്ട്രാപ്പാണ്. ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ് നമുക്ക് വന്നത്. ഒരു സ്ക്വയർ ഷേപ്പാണ് ഈ ഒരു വാച്ചിന് amazfit നൽകിയിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് മെറ്റാലിക് ബിൽഡാണ്. അതായത് സിങ്ക് അലോയി മെറ്റൽ കൊണ്ടാണ് ഈ ഒരു കേസ് തയ്യാറാക്കിയിരിക്കുന്നത്. എൻ്റെ ബാക്ക് സൈഡ് പോളി കാർബണേറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ബാക്കിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിരവധി സെൻസറുകളും ചാർജിങ് പോർട്ടും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടണിനകത്ത് ഇത്തരത്തിലൊരു റെഡ് ആക്സൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റീപ്ലേസബിൾ സ്ട്രാപ്പാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അപ്പം നമുക്ക് വേണേൽ കളർഫുൾ സ്ട്രാപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ആമസോൺ വഴിയൊക്കെ വാങ്ങി നമുക്കിത് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു വാച്ച് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യണമെങ്കിൽ ZEP ആക്റ്റീവ് എന്ന് പറയുന്ന ഇവരുടെ കമ്പാനിയൻ ആപ്പ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പെയർ ചെയ്യാൻ. നേരത്തെയൊക്കെ ഈ ഒരു amazfitന്റെ വാച്ചിന് ZEP എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചായിരുന്നു പെയർ ചെയ്തത്. പക്ഷേ ഈ ഒരു വാച്ചിന് ZEP ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആപ്പ് തന്നെ ഉണ്ട്. എന്ത് തന്നെയായാലും ഞാൻ ഇതിനകത്തൊന്ന് പെയർ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വാച്ചിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ 59.4 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അമോ LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ച് സമ്മാനിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 1.78 ഇഞ്ചിൻ്റെ HD അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ 150ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഈ ഒരു കമ്പാനിയൻ ആപ്പിൽ നിന്ന് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അമോ LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എത്ര സമയം കാണിക്കണം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സാധാരണ വാച്ചിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. 20 മിനിറ്റ് വരെ നമുക്ക് മാക്സിമം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആവുകയും ചെയ്യും. അതും ചെറിയൊരു കുറവെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഏത് ടൈപ്പ് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഡിജിറ്റൽ ക്ലോക്ക് വേണോ അതല്ലെങ്കിൽ അനലോഗ് ക്ലോക്ക് വേണോ എന്ന് തീരുമാനിക്കും. അനലോഗ് ക്ലോക്ക് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് സമയം കഴിഞ്ഞ് ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ ജസ്റ്റ് ഓഫ് ആകുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ അനലോഗ് ക്ലോക്ക് തന്നെ കാണും. ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ മാക്സിമം ടൈമായിട്ട് നമുക്ക് 20 മിനിറ്റ് വരെ സെറ്റ് ചെയ്യാം. അല്ലേ, 5 മിനിറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, 10 മിനിറ്റ്, അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലുണ്ട്. അത് ഫുൾ ടൈം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അതായത് ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ ഫുൾ ടൈം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കിട്ടിയിരുന്നെങ്കിൽ നല്ലത്. ഇപ്പോൾ ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആണെങ്കിലും മാക്സിമം നമുക്ക് 20 മിനിറ്റ് കഴിയുമ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇവിടെ ഓഫ് ആവും, ബാറ്ററിയുടെ കൺസംഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ 100ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പോർട്സ് മോഡുകൾ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആക്ടിവിറ്റികളെ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ച് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ ജോയിങ്ങിനൊക്കെ പോകുമ്പോൾ കയ്യിൽ കെട്ടിരുന്നാൽ മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ അല്പം വിയർപ്പ് തുള്ളികൾ നനഞ്ഞാലോ യാതൊരു പ്രശ്നവും വരികയില്ല. അതുപോലെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കാരണം ഇതിൻ്റെ സൈഡിൽ കണ്ടില്ല, ഇവിടെ ഒരു സ്പീക്കറും ഈ ഒരു സൈഡിലായിട്ട് മൈക്ക് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5.2 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിന് 10 ദിവസത്തെ ബാറ്ററി ലൈഫാണ് amazfit അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 6 മുകളിലോട്ടുള്ള ആൻഡ്രോയിഡ് ഫോണുകളിലും iOS 12 മുകളിലോട്ടുള്ള ആപ്പിൾ ഫോണുകളിലും നമുക്ക് ഈ ഒരു വാച്ച് പെയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ZEP ആക്റ്റീവ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ബ്ലാക്ക്, പിങ്ക് എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് ലഭിക്കുന്നത്. നമ്മൾ പരിചയപ്പെട്ടത് ബ്ലാക്ക് കളർ വേരിയന്റ് ആണ്. അപ്പോൾ ഈ ഒരു വാച്ചിന്റെ ഇന്റർഫേസിനെ കുറിച്ച് പറഞ്ഞാൽ ഹോം സ്ക്രീനിൽ നിന്ന് വലത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റിയുടെ ഒരു സമ്മറി നമുക്ക് ഇതുപോലെ കാണാം. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് സെൻസറിന്റെ ഡീറ്റെയിൽസ് വരുന്നു. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പ് ഡാറ്റ, ഇത് SpO2,
വെതർ ഇൻഫർമേഷൻ, മ്യൂസിക് കൺട്രോൾ ഓപ്ഷൻ, അതുപോലെ ഇത് വോയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ ഐഫോണിലേക്കാണ് പെയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയും ആ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ സിരി വർക്ക് ചെയ്യും. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റും ഓപ്പൺ ആവും. ഹേ സിരി, വാട്ട്സ് ദ വെതർ റൈറ്റ് നൗ? കണ്ടില്ല, ഈ ഒരു വാച്ചിൻ്റെ സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. വീണ്ടും നമ്മൾ ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ച് ഫേസിലേക്ക് മെയിൻ ആ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രധാനപ്പെട്ട ടോഗിളുകൾ നമുക്ക് കാണാം. താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിലേക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ നമുക്കിവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. ഈ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മറ്റ് നിരവധി ഓപ്ഷനുകൾ നമുക്ക് കാണാം. ഡയൽ, കോൺടാക്ട് പേഴ്സൺ, കോൾ റെക്കോർഡ്, അതുപോലെ വോയിസ് അസിസ്റ്റൻറ്റ്, ഡേറ്റ, ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, വർക്കൗട്ട് റെക്കോർഡ്സ്, ക്യാമറ, വെതർ, സ്ലീപ്പ്, അലാം ക്ലോക്ക്, ടൈമർ, സ്റ്റോപ്പ് വാച്ച്, ബ്രീത്ത്, ഫൈൻഡ് ഫോൺ, ഫീമെയിൽ ഹെൽത്ത്, മെസ്സേജസ്, മ്യൂസിക്, ഫ്ലാഷ് ലൈറ്റ്, സെറ്റിങ്സ് തുടങ്ങിയ ഓപ്ഷനുകളെല്ലാം നമുക്കിവിടെ കാണാം. സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനുകൾ സെറ്റിങ്സിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത്. ഓർക്കുക, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന നിലയിലാണ് 3299 രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് വിൽക്കുന്നത്. നവംബർ 22 മുതൽ നമുക്കിത് ഫ്ലിപ്കാർട്ട് വഴിയും അമേസ്ഫിറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയും ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാവുന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ബോക്സിനകത്ത് ഇട്ടിരിക്കുന്നത് ഏകദേശം 5000 രൂപയോളം പ്രൈസ് റേഞ്ചാണ്. പക്ഷേ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസിൽ നമുക്കിപ്പോൾ ഇത് 3299 രൂപയ്ക്ക് വാങ്ങാം. അപ്പോൾ ആ ഒരു പ്രൈസിൽ വർത്താണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻബിൽറ്റ് GPS ഇല്ല. അപ്പോൾ നമ്മൾ ജോഗിങ്ങിനൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മളെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഫോൺ കൂടി നമ്മളോടൊപ്പം കയ്യിൽ കൊണ്ടുപോകണം. രണ്ടാമത് ഞാൻ ഇതിനകത്ത് കണ്ടൊരു കുറവെന്ന് പറയുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടെങ്കിലും അത് മാക്സിമം 20 മിനിറ്റ് വരെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആവും. ആ ഒരു ഓപ്ഷൻ ഇല്ലാതെ ഫുൾ ടൈം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്നൊരു അഭിപ്രായമുണ്ട്. എന്ത് തന്നെയായാലും 3299 രൂപയ്ക്ക് ഒരു മികച്ച സ്മാർട്ട് വാച്ച് തന്നെയാണ് അമേസ്ഫിറ്റിൻ്റെ പോപ്പ് 2.